ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്. അതെ. ഒരു സാധാരണയായി ഏതൊരു നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി ഉപയോഗവും അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിനു വേണ്ടി കൂട്ടുകൂടുന്നതും അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഏതൊരു ചെറിയ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ കുറിച്ചോ നാട്ടിൽ അയാളൊരു മദ്യപാനിയാണ്, അയാളൊരു ആ രൂപത്തിലിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇത് ഏതൊരു വീട്ടിലെ ഏതൊരു കുട്ടിയും ഈ ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നിത് സാധാരണമായതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഒരു പെട്ടിക്കട വേണമെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണമെന്നില്ല, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യണമെന്നില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പലപ്പോഴും പോലീസുകാർ പോലും എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് സർവ്വസാധാരണമായതുപോലെ തന്നെ സാർവത്രികമായി കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന്, നമ്മളെ മക്കളെ ഏറ്റവും നന്നായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പരിചിതരായ ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ തരുന്ന ഏതൊരു നമുക്ക് അറിയാത്തൊരു വസ്തുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കാൻ നമ്മുടെ മക്കളെയും ആ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ചില കുട്ടികൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മിഠായി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തത്, നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതെന്താ ഒരു മിഠായി തന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളറിയാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയും ശ്രദ്ധ ആ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളത്. അത് രക്ഷിതാക്കളായ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. ഒരിക്കലും അപരിചിതരായ ആളുകൾ നൽകുന്ന ഏത് വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മദ്യം മാത്രമായിരുന്നു എന്നുള്ളത്. അത് കാണാനുണ്ടാവും അല്ലേ, അത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വേണ്ട സാധന സാമഗ്രികൾ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ ഒരു MG എന്നൊക്കെ പറഞ്ഞാൽ 1-2 പഞ്ചസാര മണികൾ പോലെയുള്ള, അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം ഇത്ര ചെറിയ നിസാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം അത്രയും ചെറിയ കടുകുമണിയോളമുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി പോലെയൊക്കെയുള്ള വസ്തുക്കളാണ് പലപ്പോഴും മണിക്കൂറുകളോളം ലഹരിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ വിലകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഏതൊരു ചെറിയ വസ്തുവും ആരും എപ്പോഴും തരാം, നമ്മളറിയാതെ തന്നെ ഒരു പക്ഷേ നമുക്ക് തരാം. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ബോധവൽക്കരിക്കുകയും ഇതുപോലെയുള്ള ഒരു രംഗത്തേക്കും എത്തൂല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു സൗഹൃദമോ ഒരു ചങ്ങാത്തമോ ഒരു കൂട്ടുകെട്ടോ ബോധപൂർവമോ അല്ലാതെ ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്.